ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച കാട്ടാക്കട എയുടെ കീഴിലെ കുറ്റിച്ച സ്കൂളിലൊരു കുട്ടി സ്വന്തം ക്ലാസ് റൂമിൽ ആത്മഹത്യ ചെയ്തു. വളരെ വളരെ കേൾവി ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഒരു സ്കൂളിൻ്റെ ക്ലാസ് റൂമിൽ ആത്മഹത്യ നമ്മൾ ഈ ഇടയ്ക്കൊന്നും അങ്ങനത്തെ ഒരു വാർത്ത കേട്ടിട്ടില്ല. പക്ഷേ അതിദാരുണമായ ഒരു സംഭവം നടന്നിരിക്കുന്നു. വളരെ മോശമായ രീതിയിൽ ക്ലർക്ക് ആ കുട്ടിയെ തെറി വിളിക്കുകയും കുട്ടിയെ അപമാനിക്കുകയും ചെയ്തതിൻ്റെ മനോദുഃഖത്തിൽ സ്വന്തം ക്ലാസ് റൂമിൽ അവൻ്റെ ജീവൻ ബലി കൊടുത്തു. അപ്പോൾ എത്രമാത്രം മാനസിക പിരിമുറുക്കം ആ ചെറിയ കുട്ടിക്കുണ്ടായി എന്നത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പ്രിൻസിപ്പൽ അവൻ്റെ പേപ്പറിൽ ഒപ്പിട്ടു, അതിൻ്റെ താഴെ ഡെസിഗ്നേഷൻ സീൽ വെച്ചു. പിന്നെ സ്കൂളിൻ്റെ റൗണ്ട് സീൽ വെക്കാൻ മാത്രമേ നമുക്ക് ഓഫീസിൽ ക്ലർക്കിനെ സമീപിക്കേണ്ടതുള്ളൂ. സാധാരണ എല്ലാ സ്കൂളിലും പിയൂൺസാണ് വെച്ച് കൊടുക്കുന്നത്. ക്ലർക്കിനെ ബുദ്ധിമുട്ടിക്കാറില്ല. ഒരു പക്ഷേ ഉച്ച ആയതുകൊണ്ട് ലഞ്ച് ബ്രേക്ക് ആയിരുന്നുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല. ആ കുട്ടി സ്വന്തമായി എടുത്ത് ചെയ്തു. റൗണ്ട് സീൽ ഒരു കുട്ടി എടുത്ത് പ്രിൻസിപ്പാളിൻ്റെ പെർമിഷനോടുകൂടി വെച്ച് വലിയ ഗുരുതരമായ ഒരു വീഴ്ചയൊന്നുമല്ല. അതിന് അത്രത്തോളം കുട്ടിയെ അപമാനിക്കാൻ ക്ലർക്കിന് എന്താണ് അവകാശം? ടീച്ചേഴ്സും പ്രിൻസിപ്പളും ഒക്കെ ഉള്ള ഒരു വിദ്യാലയത്തിൽ ക്ലർക്കിൻ്റെ റോൾ എന്താണ്? കുട്ടികളുടെ മേൽ അവരുടെ ക്ലറിക്കൽ, കാരണം കുട്ടികളുടേതാണെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ആണെങ്കിലും സ്കൂളിൻ്റെ ഇതാണെങ്കിലും ഉള്ള ക്ലറിക്കൽ വർക്ക് ചെയ്യേണ്ട ഒരാളാണ്. അയാൾക്ക് ഒരു കുട്ടിയെ ഇത്രയധികം അപമാനിക്കാൻ ഒരു അവകാശവുമില്ല. ഈ 16 വയസ്സ് മുതൽ അല്ലെങ്കിൽ 15 വയസ്സ് മുതൽ 20 വയസ്സുവരെയുള്ള പ്രായം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ആത്മഹത്യാ പ്രവണത കൂടുതലുള്ള പ്രായമാണ്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാലമാണ്. അവിടെയാണ് ഈ കുട്ടിക്ക് ഈ ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. ആ വ്യക്തിയെ ഒരു തസ്തികയിലും ഇനി തുടരാൻ അനുവദിക്കരുത്. വിദ്യാർത്ഥികളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഒറ്റക്കെട്ടായി നിന്ന് അയാളിന് ഒരു സ്ഥാപനത്തിനും ജോലി ചെയ്യാതിരിക്കാൻ, സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുന്നത് വരെ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. താങ്ക് യു.